ഭൂമിയിൽ ചില സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ കാറ്റിന് പോലും പറയാൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രഹസ്യങ്ങളുണ്ടാകും. ഗുജറാത്തിലെ അറബിക്കടലിൻ്റെ തീരത്ത് സൂറത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ധൂമൻസ് ബീച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ 35 സ്ഥലങ്ങളുടെ പട്ടികയെടുത്താൽ അതിൽ മുൻപന്തിയിൽ ഈ ബീച്ചുണ്ടാകും. പക്ഷേ എന്തിനാണ് ഇതിനെ ഇത്ര ഭയപ്പെടുന്നത്? വെറും കഥകളാണോ, അതോ നമ്മൾ കാണാത്ത എന്തെങ്കിലും അവിടെയുണ്ടോ? ഇന്ന് നമ്മൾ ആ കറുത്ത മണൽത്തരികൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ തേടി പോവുകയാണ്. നിങ്ങൾ ഇന്ത്യയിലെ ഏത് ബീച്ചിൽ പോയാലും അവിടെ മഞ്ഞ കലർന്നതോ വെളുത്തതോ ആയ മണൽ കാണും. എന്നാൽ ധൂമൻസിലെത്തുമ്പോൾ നിറം കറുപ്പായി മാറുന്നു. ശാസ്ത്രം പറയുന്നത് ഇത് അഗ്നിപർവ്വത അവശിഷ്ടങ്ങളാണെന്നാണ്. എന്നാൽ നാട്ടുകാർക്ക് മറ്റൊരു കഥയാണ് പറയാനുള്ളത്. നൂറ്റാണ്ടുകളായി ഇതൊരു ശ്മശാന ഭൂമിയായിരുന്നു. ഹിന്ദു ആചാരപ്രകാരം ദഹിപ്പിക്കപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരുടെ ചിതാഭസ്മം ഈ മണലിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ മണലിന് ഈ നിറം വന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതായത് നിങ്ങൾ ചവിട്ടി നിൽക്കുന്നത് വെറും മണലല്ല, മരിച്ചുപോയവരുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണെന്ന്. ഇനി നമുക്ക് അവിടെ നടന്ന ചില അനുഭവങ്ങളിലേക്ക് പോകാം. 2014 സൂറത്തിൽ നിന്നുള്ള ഒരു സംഘം സുഹൃത്തുക്കൾ ഇവിടെ ഒരു രാത്രി ചിലവഴിക്കാൻ തീരുമാനിച്ചു. അവർ കരുതിയത് ഇതൊക്കെ വെറും പറഞ്ഞു കേട്ട കഥകൾ മാത്രമാണെന്നാണ്. രാത്രി ഏകദേശം 12 മണി. അവർ തീരത്ത് സംസാരിച്ചിരിക്കുമ്പോൾ കൂട്ടത്തിലൊരാൾക്ക് ദൂരെ ഒരു രൂപം നിൽക്കുന്നത് പോലെ തോന്നി. അയാൾ ബാക്കിയുള്ളവരോട് പറഞ്ഞു. അവർ ടോർച്ചടിച്ചു നോക്കി. അവിടെ ആരുമില്ല. പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ അവരുടെ കാതുകളിൽ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. അത് കാറ്റിൻ്റെ ശബ്ദമായിരുന്നില്ല, വളരെ വ്യക്തമായ നിലവിളി. ഭയന്നു പോയ അവർ അവിടെ നിന്നും ഓടി കാറിൽ കയറി. പക്ഷേ കാർ സ്റ്റാർട്ടാകുന്നില്ല. അന്നവർ അനുഭവിച്ച ആ 10 മിനിറ്റിലെ ഭീതി ഇന്നും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതമാണ്. മറ്റൊരു പ്രശസ്തമായ സംഭവം ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർക്കുണ്ടായതാണ്. അദ്ദേഹം തൻ്റെ റെക്കോർഡിംഗ് ഉപകരണങ്ങളുമായി അവിടെ ഒരു രാത്രി ചിലവഴിച്ചു. രാവിലെ റെക്കോർഡിംഗ് പരിശോധിച്ചപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത ആവർത്തിയിലുള്ള ചില ശബ്ദങ്ങൾ അതിൽ പതിഞ്ഞിരുന്നു. തിരിച്ചു പോകൂ എന്ന് ആരോ ആവർത്തിച്ചു പറയുന്നത് പോലെ. ഇതിനെ ഇലക്ട്രോണിക് വോയിസ് ഫിനോമ എന്നാണ് വിളിക്കുന്നത്. അദൃശ്യമായ ആത്മാക്കൾ നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ തെളിവാണെന്ന് വിശ്വസിക്കുന്നവർ ഇന്നവിടെ ഒരുപാടുണ്ട്. മനുഷ്യരെക്കാൾ കൂടുതൽ ഇവിടുത്തെ അസാധാരണമായ സാന്നിധ്യങ്ങൾ തിരിച്ചറിയുന്നത് മൃഗങ്ങളാണ്. ധൂമാസ് ബീച്ചിലെ നായ്ക്കൾ രാത്രിയായാൽ വിചിത്രമായി പെരുമാറും. അവ സാധാരണ കുരയ്ക്കാറില്ല. പകരം കടലിന് അഭിമുഖമായി നിന്ന് ഓരിടുകയാണ് പതിവ്. മൃഗങ്ങൾക്ക് മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത ഊർജ്ജരൂപങ്ങളെ കാണാൻ സാധിക്കുമെന്ന് ശാസ്ത്രം പോലും ഭാഗികമായി സമ്മതിക്കുന്ന കാര്യമാണ്. പണ്ടൊരു വിദേശി തൻ്റെ വളർത്തുനായയുമായി ഇവിടെ എത്തിയപ്പോൾ നായ കടൽ തീരത്തേക്ക് പോകാൻ വിസമ്മതിക്കുകയും യജമാനനെ അവിടെ നിന്നും പിടിച്ചുമാറ്റാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെ കഥകളുണ്ടെങ്കിലും ഇതെല്ലാം വെറും മനഃശാസ്ത്രപരമായ തോന്നലുകളാണെന്ന് പറയുന്നവരുണ്ട്. ഇരുട്ടും ഏകാന്തതയും ഭയപ്പെടുത്തുന്ന കഥകളും ചേരുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളെ തന്നെ ചതിക്കുന്നതാകാം. കാറ്റ് മണൽത്തരികൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം നിലവിളിയായി തോന്നാം. പക്ഷേ ഇന്നും ഈ ബീച്ചിൻ്റെ പരിസരത്തെ രാത്രി കാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് നടത്താറുണ്ട്. ആരെയും രാത്രി അവിടെ നിൽക്കാൻ അനുവദിക്കാറില്ല. ശാസ്ത്രത്തിന് മറുപടിയില്ലാത്ത ചില കാര്യങ്ങളാണ് അവിടെ ഇന്നും നടക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ധൂമസ് ബീച്ച് വെറുമൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല, അത് വിശ്വാസങ്ങളുടെയും നിഗൂഢതകളുടെയും ഒരു സംഗമ ഭൂമിയാണ്. ഒരുപക്ഷെ ആ കറുത്ത മണലിനടിയിൽ അശാന്തരായ ആത്മാക്കൾ ഇന്നും അലയുന്നുണ്ടാകാം. നിങ്ങളിതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു നിഗൂഢമായ കഥയുമായി നമുക്ക് വീണ്ടും കാണാം.